ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്ക് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഓർത്തതുപോലെ വിശ്വസ്ത സാക്ഷിയായ നമ്മുടെ കർത്താവിനോടുള്ള ആ ഏകീഭാവത്തിൽ നമുക്കും വിശ്വസ്തരായി ജീവിക്കുവാൻ ദൈവം ധാരാളം ദൈവകൃപ നൽകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം വിശ്വസ്ത സാക്ഷിയാണ് നമ്മുടെ കർത്താവ് എന്നുള്ള ബന്ധത്തിൽ പല ആത്മീക പാഠങ്ങൾ ഉൾക്കൊണ്ട് വരികയായിരുന്നു. നമ്മുടെ കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും നിജസ്ഥിതി കൃത്യമായിട്ട് അറിയുന്നവൻ മാത്രമല്ല, വിശ്വസ്തമായി അത് പറയുന്നവനാണ് എന്നുള്ളതായ കാര്യം നമ്മൾ ധാരാളം ഓർക്കാനിടയായിട്ട് തീർന്നു. അതുകൊണ്ട് നാം നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിനേക്കാൾ പ്രധാനം നമ്മുടെ കർത്താവ് നമ്മെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളതാണെന്നുള്ളത് നാം കാണുകയായിരുന്നു. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ വിനയത്തോടെ, കർത്താവെ, അങ്ങ് എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ളതായ ആ ആരായലോടുകൂടെ ജീവിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിച്ച കാര്യം, വിശ്വസ്ത സാക്ഷിയായ കർത്താവ് നമ്മുടെ ജീവിതത്തിലുള്ള ദൈവഹിതം ഏറ്റവും കൃത്യമായിട്ട് നമ്മെ അറിയിക്കുന്നതിലും വിശ്വസ്തനാണ് എന്ന് നമ്മൾ കണ്ടു. അത് മനസ്സിലാകത്തക്കവണ്ണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കാൻ കഴിയേണ്ടതായ ഒരുക്കത്തെക്കുറിച്ചാണല്ലോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഓർപ്പിച്ചത്. 7 കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ഒത്തിരി വിശദമായിട്ടല്ലെങ്കിലും ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ആ പാഠങ്ങൾ ധ്യാനിക്കുവാനും കൂടുതൽ വിശദമായിട്ട് ഉൾക്കൊള്ളാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ ഈ ചിന്താവിഷയത്തിൻ്റെ തന്നെ മറ്റൊരു തലത്തിലേക്ക് ഇന്ന് വരണം എന്ന് ആഗ്രഹിക്കുകയാണ്. വിശ്വസ്ത സാക്ഷിയായ സഭകളുടെ ക്രിസ്തുവിൻ്റെ സഭയിലെ വിശ്വാസികൾ വിശ്വസ്തരായിരിക്കണം എന്നുള്ളത് നമ്മുടെ കർത്താവിൻ്റെ വലിയ ആഗ്രഹമാണ്. ഇതൊത്തിരി വിശദമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. എങ്കിലും അതിൽ നിന്ന് ഉദാഹരണമായി ചില കാര്യങ്ങൾ ഇന്നത്തെ പാഠത്തിൽ നമുക്ക് ചിന്തിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. വിശ്വസ്തത വ്യാപകമായി നഷ്ടപ്പെടുന്നത് നമ്മുടെ വാക്കുകളിലാണ്. അത് വേദപുസ്തകത്തിലും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 12-ാം സങ്കീർത്തനം ആ സത്യത്തിൻ്റെ വലിയൊരു പ്രകാശനമായിട്ടാണ് ഇരിക്കുന്നത്. 12-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ മാത്രം നമുക്കൊന്ന് വായിക്കാം. ബാക്കി വാക്യങ്ങളും ചേർത്ത് വായിക്കാവുന്നതാണ്. എന്നാൽ നമ്മൾ തൽക്കാലം ആദ്യത്തെ 2 വാക്യങ്ങൾ വായിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാരില്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ഓരോരുത്തൻ താന്താൻ്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു, കപടമുള്ള ആദരത്തോടും ഇരുമനസ്സോടും കൂടെ അവർ സംസാരിക്കും. അപ്പോൾ അവിടെ ഒരു വിലാപമാണത്. പ്രാർത്ഥിക്കുകയാണ്, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. അടുത്ത വാക്ക്, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. അത് ഈ തലമുറയുടെയും കൂടെ പ്രത്യേകതയായിട്ടാണ് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത് ഒരു വലിയ ആത്മീക സത്യം നമ്മെ പഠിപ്പിക്കുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുകയാണ്. ദൈവമക്കളായ നമുക്ക് അവിടെ ഒരു ദൂതുണ്ട്. വിശ്വസ്തന്മാർ പൊതുവെ ഈ തലമുറയിൽ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊരു വലിയ വെല്ലുവിളിയായിട്ടാണ് ഇരിക്കുന്നത്. എന്താ നമുക്കുള്ള വെല്ലുവിളി? നമ്മൾ വിശ്വസ്തരായിട്ട്
സാക്ഷ്യം വഹിക്കണം. പൊതുവെ ലോകം അവിശ്വസ്തതയുടെ വഴിയിലൂടെ പോകുമ്പോൾ അതിനോട് അനുരൂപപ്പെട്ടു പോകാനുള്ള സാധ്യതയാണ് നമ്മിൽ സ്വാഭാവികമായിട്ടും ഉള്ളത്. നമ്മൾ ഈ ഒഴുകിപ്പോകാതിരിക്കേണ്ടതിനെന്നൊരു പ്രയോഗം എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. അതെ, അപ്പോൾ നമ്മൾ ഈ തലമുറയുടെ കൂടെ അങ്ങ് ഒഴുകിപ്പോകുന്നതിനുള്ളതായ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദൈവാത്മാവ് ഇവിടെ നമുക്കൊരു സന്ദേശം നൽകുന്നുണ്ട്. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്ന നാളുകളിൽ ദൈവമക്കളായ നമുക്ക് വിശ്വസ്തത സൂക്ഷിച്ച് സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കട്ടെ. അതൊരു വലിയ ഉൾക്കാഴ്ചയായിട്ട് ഏറ്റെടുക്കുവാൻ കഴിയട്ടെ. ചില ആളുകളിലൊക്കെ കാണുന്ന വിശ്വസ്തത ചിലപ്പോൾ വാർത്താ പ്രാധാന്യം പോലും നേടാറുണ്ട്. കാരണം സാധാരണ കണ്ടുവരാത്തൊരു കാര്യമാകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ ചിലപ്പോഴൊക്കെ ശ്രദ്ധിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ഒക്കെ ചെയ്തു എന്ന് വരാകുന്നതാണ്. അവിടെയെല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുള്ള ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം ഓർക്കാവുന്നതാണ്. ആ വാക്യം ഓർമ്മയുണ്ടല്ലോ ഇല്ലേ? അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അവിശ്വസ്തതയുടെ വലിയ അതിപ്രസരമുള്ള ഈ തലമുറയിൽ ദൈവമക്കളായ നമുക്ക് വിശ്വസ്തരായി സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കട്ടെ. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അവിടെ ഞാൻ ഒരു മേഖലയൊന്ന് ചേർത്ത് പറയുകയാണ്. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു എന്ന 1-ാം വാക്യത്തിൽ പറഞ്ഞിട്ട് 2-ാമത്തെ വാക്യത്തിൽ ഒരു മേഖല എടുത്തു പറയുന്നുണ്ട്. ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു, കപടമുള്ള അധരത്തോടും ഇരുമനസ്സോടും കൂടെ അവർ സംസാരിക്കുന്നു. അപ്പോൾ വാക്കുകളിലുള്ള അവിശ്വസ്തത ഇവിടെ സങ്കീർത്തനക്കാരൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്കെല്ലാം അറിയാവുന്നതായൊരു കാര്യമാണ്. നമുക്ക് പരിചയമുള്ളൊരു പാട്ടുണ്ട്, കർത്താവിനെക്കുറിച്ചാണ് അത് പറയുന്നത്. എൻ്റെ യേശു വാക്ക് മാറാത്തവരാണ്. പിന്നെ ആ താഴോട്ട് വരുമ്പോൾ പറയുന്നുണ്ട്, ഈ ലോകത്തിലെ മനുഷ്യരെല്ലാം വാക്ക് മാറും. അത് മനുഷ്യരുടെ പ്രത്യേകതയാണ്. നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ പറയുന്നത് വാക്കല്ലേ മാറാൻ പറ്റുകയുള്ളൂ അല്ലേ? അതെ. അപ്പോൾ അതുകൊണ്ട് അതല്ലേ മാറാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് മാറുന്നതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ളതായ ഒരു വിചാരം വ്യാപകമായി നമ്മൾ കാണുകയാണ്. അത് തന്നെയാണ് സങ്കീർത്തനക്കാരൻ്റെ വിലാപമായിട്ടും നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒത്തിരി വിശദീകരണം കൂടാതെ ഓർപ്പിക്കട്ടെ, വാക്കുകളിലുള്ള വിശ്വസ്തത ഏറ്റവും കൃത്യമായി നമുക്ക് സൂക്ഷിക്കാം. ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞു, ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വെന്ന് തന്നെ ആയിരിക്കണം, ഇല്ലയെന്ന് പറഞ്ഞാൽ ഇല്ലയെന്ന് തന്നെ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അത് എത്രയോ വ്യക്തമായി കർത്താവ് അവിടെ വ്യക്തമാക്കുകയാണ്. കർത്താവിടെ പറയുന്നുണ്ട്, നീ ഒരു കാര്യം ഉവ്വെന്ന് പറഞ്ഞാൽ പിന്നെ അത് ഉറപ്പിക്കാൻ വേറൊരു ശബ്ദത്തിൻ്റെ ആവശ്യം ഉണ്ടാകാൻ പാടില്ല. ഞാനീ പറയുന്നത് സത്യമാണെന്നൊന്നും പോലും പറയേണ്ട ആവശ്യമില്ലാതെ വണ്ണം അത് സൂക്ഷിക്കാൻ സാധിക്കണം എന്നുള്ളതായ കാര്യം ദൈവാത്മാവ് വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഞാനിവിടെ ഓർപ്പിക്കട്ടെ, സഭാംഗങ്ങൾ തങ്ങളുടെ വാക്കുകളിൽ വിശ്വസ്തരായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായൊരു സത്യമാണ്. അതുകൊണ്ട് ദൈവസഭയിലുള്ള നമ്മുടെ നടപ്പിലും ആ വിശ്വസ്തത സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഈ സങ്കീർത്തനത്തിൽ ഉൾക്കൊള്ളുന്ന വലിയൊരു പ്രചോദനമുണ്ട്. അത് ഒത്തിരി വർഷങ്ങളായിട്ട് ഉൾക്കൊള്ളുന്ന പ്രചോദനമാണ്. 12-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഈ വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു എന്നൊക്കെ വിലപിക്കുന്ന സങ്കീർത്തനക്കാരൻ ഒരു വലിയ വാഗ്ദത്തം 7-ാമത്തെ വാക്യത്തിൽ നൽകുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് വായിച്ച 7-ാമത്തെ വാക്യം. ഈ തലമുറയിൽ നിന്ന് നീ അവരെ എന്നും സൂക്ഷിക്കും.
അപ്പോൾ അവിടെ ഒരു വാഗ്ദത്തം നൽകുകയാണ്. വിശ്വസ്തന്മാർ കുറഞ്ഞു പോകുന്ന കാലത്ത് കർത്താവ് ആരെ കാത്തുകൊള്ളുമെന്ന് പറയുകയാണ്. വിശ്വസ്തന്മാരെ വേറിട്ട് കാക്കും എന്നുള്ളതായ വാഗ്ദത്തം അവിടെ നൽകുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ഈ വിശ്വസ്തന്മാർ കുറഞ്ഞു പോകുന്ന കാലത്ത് വിശ്വസ്തയോടെ ഒരാൾ ജീവിക്കാൻ, സാക്ഷ്യം വഹിക്കാനായിട്ട് ശ്രമിച്ചാൽ അവരെ ആര് കൈവിടില്ല? കർത്താവ് കൈവിടുകയില്ല. അവർക്ക് വേറിട്ടുള്ള സംരക്ഷണം നൽകും എന്നുള്ളതായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ആളുകൾ പലപ്പോഴും അവിശ്വസ്തരായി തീരുന്നത് തങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പിക്കാൻ വേണ്ടിയൊക്കെയാണ് ചില സാഹചര്യങ്ങളിൽ. പക്ഷേ വിശ്വസ്തയോടുകൂടി കർത്താവിൻ്റെ ഭാഗത്ത് നിൽക്കാനിടയായിട്ട് തീർന്നാൽ വളരെ അസാധാരണമായ വഴിയിലും നമ്മെ കരുതാൻ, സൂക്ഷിക്കുവാനായിട്ട് നമ്മുടെ കർത്താവിന് കഴിയും എന്നുള്ളതായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. യഹോവേ, നീ അവരെ കാത്തുകൊള്ളും, ഈ തലമുറയിൽ നിന്ന് നീ അവരെ എന്നും സൂക്ഷിക്കും എന്നുള്ളത് വേറിട്ടൊരു സംരക്ഷണ വാഗ്ദത്തമായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ഈ വാക്യം അടുത്തങ്ങനെ സാക്കിയ നാടുകളിൽ കണ്ണൂരിലുള്ളതായൊരു പാമ്പ് വളർത്തൽ കേന്ദ്രം സന്ദർശിക്കാനുള്ളൊരു യാദൃച്ഛിക സാഹചര്യം ഉണ്ടായി. ഞാൻ അങ്ങനെ ഒരു കാര്യം കാണാനൊന്നും സാറിന് പോകാറില്ല. അവിടെ ഒരു ക്ലാസ്സിന് ചെന്നപ്പോൾ അവിടെയുള്ള ദൈവദാസൻ, അതായത് ഇത്തിരി അടുത്ത് വന്നതല്ലേ, ഒന്ന് കയറി കണ്ടിട്ട് പോകാം എന്നിങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ ദൈവദാസൻ്റെ നിർബന്ധത്തിന് വഴങ്ങി പാപ്പിനിശ്ശേരിയിലുള്ളതായ ആ സ്ഥലത്ത് പോയത് ഓർക്കുന്നു. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോഴത്തെ സ്ഥിതി എനിക്കറിയാൻ പാടില്ല. പക്ഷെ അന്ന് അവിടെ കണ്ട ഒരു കാഴ്ച എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുവാൻ ഇടയായിട്ട് തോന്നുന്നു. ഞാൻ ചിലപ്പോൾ ചില ക്ലാസ്സുകളിലൊക്കെ അത് പറയാറുണ്ട്. പാമ്പുകളെ ധാരാളമായിട്ടിട്ടിരിക്കുന്ന വലിയൊരു കിണറുമൊക്കെ ഉണ്ട്. ഒത്തിരി പാമ്പുകളുണ്ട് ആ കിണറ്റിലുമൊക്കെ. പക്ഷേ ഒരു AC ക്യാബിനിൽ ഒരു പാമ്പിനെ വേറിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരനോട് ഇതെന്താണ് ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇത് വളരെ സ്പെയർ സ്പീഷീസിലുള്ളൊരു രാജവെമ്പാലയാണ്. അപ്പോൾ ഇത് അങ്ങനെ ഒത്തിരി ഇല്ലാത്തത് കൊണ്ട് ഇതിന് പ്രത്യേക പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം വിശദീകരിക്കാനിടയായിട്ട് തീർന്നത്. അദ്ദേഹം പറഞ്ഞ വിശദീകരണം എനിക്കറിയാവുള്ളൂ കേട്ടോ. ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ വിശദാംശം എന്തായാലും ഒരു കാര്യം സത്യമാണ്. ഇത് റെയർ സ്പീഷീസ് ആയതുകൊണ്ട് വേറിട്ടൊരു കരുതലും സംരക്ഷണവും അതിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ കാര്യം എന്തും ആകട്ടെ, ഞാനും നിങ്ങളും അവിശ്വസ്തരെ കൊണ്ട് നിറഞ്ഞ ഈ തലമുറയിൽ വിശ്വസ്തരായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ വിശ്വസ്തനായ ദൈവം വേറിട്ട സംരക്ഷണം നമുക്ക് നൽകും. ആ വേറിട്ട സംരക്ഷണം ദൈവം നമുക്ക് നൽകുന്ന പോലെ നൽകാനായിട്ട് ലോകത്തിൽ വേറെ ആർക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, കർത്താവ് വിശ്വസ്ത സാക്ഷിയാണെന്നുള്ളത് സഭാകാന്തൻ കർത്താവ് തന്നെക്കുറിച്ച് വെളിപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരുമ്പോൾ പ്രായോഗിക തലത്തിൽ ആ വിശ്വസ്തത വില കൊടുത്ത് സൂക്ഷിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഒന്ന് രണ്ട് മേഖലകൾ കൂടി ഞാനൊന്ന് പരാമർശിച്ചു പോകാം എന്ന് കരുതുകയാണ്. ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസ സത്യങ്ങളിൽ നമുക്ക് വിശ്വസ്തരായിരിക്കുവാൻ സാധിക്കണം. ഇത് പുതിയ നിയമം വളരെ ശക്തമായിട്ട് ഓർപ്പിക്കുന്നൊരു കാര്യമാണ്. പഴയ നിയമത്തിൽ ഈ കാര്യം വിശദമായിട്ട് പറയുന്നുണ്ട്. ഞങ്ങൾ ഈ ദിവസം വായിക്കുന്ന ആവർത്തന പുസ്തകത്തിലുമൊക്കെ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് ഒരാളെ വ്യതിചലിപ്പിക്കാനായിട്ട് വേറൊരാൾ ഞാനൊരു സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വ്യതിചലിപ്പിക്കാനായിട്ട് ശ്രമിച്ചാൽ, വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കുന്നവന് ഒരു ബുദ്ധി ഉപദേശം കൊടുക്കണമെന്നല്ല ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ് നിങ്ങൾക്കറിയാമോ? അവന്
നിൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ച് കളയണം, അങ്ങനെ ദോഷം നീക്കിക്കളയണം. അപ്പോൾ ഞാൻ പറയുന്നതായ കാര്യം, ദൈവിക വെളിപ്പാടുകളോടും ആത്മീക സത്യങ്ങളോടും എത്രയോ കൃത്യമായ വിശ്വസ്തത സൂക്ഷിക്കാനുള്ള ആവശ്യകതയുണ്ട് എന്നുള്ളതായ കാര്യം നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. നമുക്ക് വളരെ പരിചയമുള്ളൊരു വാക്യം ഞാൻ വായിക്കാം. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ അനുഭവമായിട്ടും തൻ്റെ ഉപദേശമായിട്ടും ഈ സത്യം വെളിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആ വാക്യം നമുക്കറിയാമെങ്കിലും ഒന്ന് വായിച്ചു പോകാം. 4-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തരും എണ്ണിക്കൊള്ളട്ടെ. ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. അപ്പോൾ അവിടെ തങ്ങൾ ആരാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ ദാസന്മാരവിടെ വെളിപ്പെടുത്തുകയാണ്. അത് പൗലോസ് രേഖപ്പെടുന്ന വാക്കുകൾ ഈ തലമുറയിൽ നമുക്കും ബാധകമായിട്ടുള്ളതായ കാര്യമാണ്. ഞങ്ങളെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ. അപ്പോൾ ആ തലമുറയിൽ തങ്ങൾ ആരാണെന്നുള്ളത് ദൈവത്തിൻ്റെ ദാസന്മാർക്ക് അറിയാമായിരുന്നു. ആ പ്രയോഗം എന്ത് മനോഹരമാണ്. ദൈവിക മർമ്മങ്ങളുടെ ആരാണ്? ഗ്രഹവിചാരകന്മാർ. അപ്പോൾ ദൈവിക മർമ്മങ്ങളെ സൂക്ഷിക്കാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളത് നാം ഇവിടെ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ദൈവം നമുക്ക് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്നുള്ളത് എത്രയോ ശ്രേഷ്ഠമായിട്ടുള്ളതായൊരു കാര്യമാണ്. ഞാൻ പരിചയമുള്ള 2 വാക്യങ്ങൾ പരാമർശിക്കാം. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇസ്രയേലിൻ്റെ പദവിയായിട്ട് എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളുമുള്ള ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ. അപ്പോൾ നമ്മൾ റോമാലേഖനം പഠിച്ചപ്പോൾ ഇസ്രായേലിൻ്റെ ചില പ്രത്യേകതകൾ ഓർത്തായിരുന്നു. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ദൈവിക വെളിപ്പാടുകൾ സൂക്ഷിക്കാനായിട്ട് ദൈവം അവരെയാണ് ഏൽപ്പിച്ചത്. അപ്പോൾ അത് ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ തലമുറയിൽ അവർ നൂറ്റാണ്ടുകളായിട്ട് ദൈവം അവരെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതായ സത്യങ്ങൾ വളരെ കൃത്യമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അനുസരണ വഴിയിലൊക്കെ അവർ പലപ്പോഴും തെറ്റിപ്പോയിട്ടുണ്ട്. അത് നമ്മൾ കാണുന്നുണ്ട്. അനുസരണ വഴി തെറ്റിപ്പോയിട്ടുണ്ട്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഈ ദൈവവചനം എത്രയോ കൃത്യമായിട്ട് അവർ കഴിഞ്ഞ നാളുകളിൽ സൂക്ഷിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകേണ്ട ആവശ്യമില്ലയെന്ന് വിചാരിക്കുകയാണ്. കാരണം നമ്മൾ റോമാലേഖനം പഠിച്ചപ്പോൾ അതിൻ്റെ സത്യങ്ങൾ നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. ഇന്നും യഹൂദൻ വളരെ പരിഭാവനതയോടുകൂടിയാണ് ഈ സത്യങ്ങളെ സൂക്ഷിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. ഞങ്ങളിന്ന് രാവിലെ ആവർത്തന പുസ്തകം 17-ാം അധ്യായമാണ് വായിച്ചത്. അപ്പോൾ അവിടെ അതിൻ്റെ ഒടുവിലത്തെ വാക്യങ്ങൾ വരുമ്പോൾ ഒരു രാജാവ് ചുമതലയേൽക്കുമ്പോൾ അവന് വേറെ പല ഉത്തരവാദിത്തങ്ങൾ കാണും. അതൊന്നും അവിടെ പറയണില്ല. പക്ഷേ ദൈവിക തിരുവെഴുത്തുകളുടെ ഒരു പകർപ്പ് അവൻ എഴുതി സൂക്ഷിച്ചോളണം. സൂക്ഷിക്കാൻ മാത്രമല്ല, അത് വായിച്ച് വേണം അവന് കൊടുത്ത ഉത്തരവാദിത്വം അവൻ നിർവഹിക്കാനായിട്ട്. അപ്പം നോക്കണേ, അപ്പോൾ ഈ ദൈവിക തിരുവെഴുത്തുകൾ യഹൂദൻ എഴുതുകയും സൂക്ഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരൊരാശയം എഴുതിയെടുക്കുകയല്ല, പിന്നെ അതിൻ്റെ വള്ളിയോ പുള്ളിയോ പോലും വ്യത്യാസം വരാതെ വളരെ കൃത്യമായിട്ട് അവർ സൂക്ഷിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ
ഇതൊരു വിശദീകരണം കൂടാതെ മനസ്സിലാക്കാം. പഴയമ തിരുവെഴുത്തുകളെല്ലാം അവരെയാണ് സൂക്ഷിക്കാനായിട്ട് ഏൽപ്പിച്ചത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇത് എന്ത് ഭംഗിയായിട്ട് അതെല്ലാം ഉണ്ട്, സുലഭമായിട്ട് ഉണ്ട്. ഇവർ ചിതറപ്പെടുകയും ഒത്തിരി രാജ്യങ്ങളിൽ പ്രവാസികളാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിരിക്കലും ദൈവം അവരെ ഉപയോഗിച്ചു എന്നുകൂടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ തിരുവെഴുത്തുകളെ സൂക്ഷിച്ചിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു പ്രത്യേകതയായി നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാനിന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നാം ദൈവീക മർമ്മങ്ങൾ ഭരമേൽപ്പിക്കപ്പെട്ട ആളുകളാണ്. ഇനി യൂദയുടെ ലേഖനം 3-ാമത്തെ വാക്യം നമ്മളൊന്ന് വായിച്ചു പോകാം. ആരെങ്കിലും ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. യൂദയുടെ ലേഖനം 3-ാമത്തെ വാക്യത്തിൽ പുതിയ നിയമത്തിൽ ഈ സത്യം വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. വായിക്കാം. നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടത് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവിടെ യൂദ എഴുത്തിൻ്റെ വിഷയം മാറ്റിയ കാര്യമാണ് പറയുന്നത്. പൊതുവെയുള്ള രക്ഷയെക്കുറിച്ചൊക്കെ എഴുതാനുള്ളതായ താല്പര്യത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ലേഖനം എഴുതുന്നത്, യൂദ രേഖപ്പെടുത്തുന്നത് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം. അത് 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യമാണ്. വിശ്വാസത്തിന് ആ ഫെയ്ത്ത് എന്നുള്ള വാക്കിന് ദി എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ബൈബിളിൽ ഉപയോഗിക്കുമ്പോഴൊക്കെ അത് വെളിപ്പെടുത്തപ്പെട്ട വിശ്വാസ സത്യങ്ങളെ അധികരിച്ച് ഉപയോഗിക്കുന്നതാണെന്ന് മനസ്സിലാക്കാം. നാം അർപ്പിക്കുന്ന വിശ്വാസമുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത് വെളിപ്പെടുത്തപ്പെട്ട വിശ്വാസ സത്യങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ എന്തു വലിയ ഉത്തരവാദിത്വമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതായ ആ ബോധ്യം നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. നമുക്കറിയാം, സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവും സഭയായതുകൊണ്ട് സഭയ്ക്കത് സൂക്ഷിക്കാനായിട്ട് സാധിക്കണം. അത് ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷേ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് ഓരോ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നതായ വിശ്വാസ സത്യങ്ങളെ സൂക്ഷിക്കാനായിട്ട് സാധിക്കണം. അത് മാതാപിതാക്കൾ സൂക്ഷിക്കണം. ഈ ആവർത്തന പുസ്തകത്തിൽ അത് കൂടെ പറയുകയും ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വചനം നിൻ്റെ ഹൃദയത്തിൽ ഇരിക്കണം. അപ്പോൾ നീ അതിനോട് വിശ്വസ്തനായിരിക്കണം. പിന്നെ ഇത് നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഒക്കെ നിൻ്റെ മക്കൾക്ക് പറഞ്ഞ് കൊടുക്കണം. അപ്പോൾ അത് കുടുംബമായി സൂക്ഷിക്കുക എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. ഇന്നിപ്പോൾ കുടുംബങ്ങളൊക്കെ പൊതുവെ ഒരു ശൈഥില്യ വഴിയിലാണ് പൊതുവെ. അപ്പോൾ അതുകൊണ്ട് ഈ പ്രമാണങ്ങളൊക്കെ അതുപോലെ സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രായോഗികമായി പ്രയാസമുള്ള കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ വലിയ ഉൾക്കാഴ്ച വില കൊടുത്ത് സൂക്ഷിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതായ സത്യം ദൈവാത്മാവ് ഇവിടെ എടുത്തു പറയുകയാണ്. ഞാൻ ഒത്തിരി വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് 1 കൊരിന്ത്യർ 4-ാം വാക്യത്തിൽ പറയുന്നത് ഗ്രഹവിചാരകന്മാരിൽ കാണേണ്ടത് എന്താണ്? അവർ വിശ്വസ്തരായിരിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് ഈ വലിയ ഉത്തരവാദിത്വവും കാര്യവിചാരകത്വവും ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് ഏറ്റവും കൃത്യമായി മുറുകെ പിടിക്കാനായിട്ട് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇനി സഭാമൂപ്പന്മാരുടെ ആത്മീക ഉത്തരവാദിത്വത്തിലേക്ക് വരുമ്പോഴും ഈ കാര്യം എടുത്ത് പറയുന്നുണ്ട്. അതിലെ 1-2 വാക്യം ഞാനൊന്ന് പറയാം. തീത്തോസ് 1-ന്റെ 9 സഭാമൂപ്പന്മാരുടെ ഉപദേശപരമായ യോഗ്യത നമ്മൾ വായിക്കുന്നുണ്ട്. അത് ഒന്ന് വായിച്ചോളൂ. തീത്തോസ് 1-ന്റെ 9 വാക്യം.
വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസവചനം മുറുകെ പിടിക്കുന്നവനും ആയിരിക്കണം. അപ്പം അതിൻ്റെ ആ വാക്കതിൻ്റെ തൊട്ട് മുമ്പുള്ളൊരു വാചകത്തിൽ ഒരു തുടക്കമുണ്ട്. പഥ്യോപദേശത്താൽ പ്രബോധിപ്പിപ്പാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന്. അപ്പോൾ ആ വാക്ക് എന്ത് മനോഹരമാണ്. പഥ്യോപദേശത്താൽ പ്രബോധിപ്പിക്കണം, അത് പഠിപ്പിക്കണം. അപ്പോൾ അതുകൊണ്ട് അത് പഠിപ്പിക്കാനും വിരോധികൾക്ക് ബോധം വരുത്താനും ശക്തനാകേണ്ടതിന് സഭാമൂപ്പൻ എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്. ഉപദേശപ്രകാരമുള്ള വിശ്വാസ്യ വചനം മുറുകെ പിടിക്കുന്നവൻ ആയിരിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വാക്ക് എല്ലാ ഗൗരവത്തിലും സൂക്ഷിക്കാം. ഇപ്പോൾ പഥ്യോപദേശത്തെ മുറുകെ പിടിക്കുമ്പോൾ അതൊന്ന് വിഭജിക്കുക മാത്രം ഞാൻ ചെയ്യാം. പഥ്യോപദേശം നമ്മുടെ ജീവിതം കൊണ്ട് മുറുകെ പിടിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾ സ്വയമായി ചിന്തിച്ചോളൂ. പിന്നെ ഇവിടെ പറയുന്നത് ശുശ്രൂഷയിൽ അത് പ്രബോധിപ്പിക്കണം. അപ്പോൾ പഥ്യോപദേശമേ പഠിപ്പിക്കാൻ നമുക്ക് അനുവാദം ഉള്ളൂ. അപ്പോൾ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, പൗലോസ് എന്ത് സൂക്ഷ്മതയോടെയാണ് പറയുന്നത്. ഞങ്ങൾ ദൈവീക മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരാണ് എന്ന് പറയുമ്പോൾ അത് എത്രയോ ഗൗരവമായിട്ട് ഉൾക്കൊള്ളുന്നു എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, പഥ്യോപദേശത്തിൽ നമ്മൾ വ്യതിചലിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കണം. അത് വിശ്വസ്തമായി സൂക്ഷിക്കുവാൻ സാധിക്കണം. ഇവിടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ പോലും അതിൽ നമ്മൾ വ്യതിചലിച്ചു പോകുന്നതിനുള്ളതായ വലിയ സാധ്യത ഉണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല, ഒരു സൂചന പറയാം. മർക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ ഒരു വലിയ സത്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചില ആളുകൾ, ഈ വചനം കൈകാര്യം ചെയ്യുന്ന ആളുകൾ കർത്താവിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അവരുടെ ഭാഗത്ത് വന്ന വളരെ ഗുരുതരമായൊരു വീഴ്ച എടുത്തു പറയുന്നുണ്ട്. ദീർഘമായ വാക്യങ്ങളായതുകൊണ്ട് ഇപ്പോൾ ഞാൻ ആ വാക്യങ്ങൾ വായിക്കുന്നില്ല. ഒരു സൂചന പറയാം, നിങ്ങൾ പിന്നെ വായിച്ച് നോക്കിയാൽ മതി. അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പ്രായോഗിക ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം പറയുന്നുണ്ട്. നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നും അപ്പനെയും അമ്മയെയും പ്രാകുന്നവൻ മരിക്കണമെന്നും മോശ പറഞ്ഞുവല്ലോ. അപ്പോൾ ഈ കൽപ്പന ആര് നൽകിയതാണ്? മോശ നൽകിയതാണ്. പക്ഷേ ഈ വചനം സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ആളുകൾ കർത്താവിൻ്റെ കാലത്ത് ചെയ്തൊരു കാര്യം കർത്താവ് എടുത്തു പറയുന്നത് അതിൻ്റെ 11-12 വാക്യങ്ങളിൽ, ഈ കൽപ്പന സൂക്ഷിക്കണമെന്ന് നിർബന്ധമില്ല, അവരാ കൽപ്പനയെ ദുർബലപ്പെടുത്തി. അവിടെ വായിക്കുന്നത്, നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്നർത്ഥമുള്ള ഖുർബാൻ എന്ന് പറഞ്ഞാൽ മതിയെന്ന് പറയുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പനെയും അമ്മയും ബഹുമാനിക്കാനും അവരോടുള്ള കടപ്പാടുകൾ നിർവഹിക്കാനുമായിട്ടാണ് മോശ കൽപ്പിച്ചത്. പക്ഷെ ഇപ്പോൾ ഇവരെങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ഖുർബാൻ എന്ന് പറഞ്ഞാൽ മതി. അടുത്ത വാചകം, അവർക്ക് മേലാൽ ഒന്നും ചെയ്യുവാൻ അവരെ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ പറഞ്ഞാൽ മതി, പിന്നെ എന്ത് ചെയ്യണ്ട? അതെ, ഒന്നും കൊടുക്കുകയും വേണ്ട, ഒരു ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട എന്നവർ പഠിപ്പിക്കുകയാണ്. ഇതിനെ കർത്താവ് പറഞ്ഞത്, ഇവർ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാക്കുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ഭയത്തോടെ ഉൾക്കൊണ്ടതായൊരു വാക്കാണിത്. അപ്പോൾ നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ
ചില അയവുകൾ വരുത്തുമ്പോൾ നമ്മൾ ദൈവകൽപ്പനയെ ദുർബലമാക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം എത്രയോ വിശ്വസ്തയോടെ ഈ കാര്യം സൂക്ഷിക്കാനുള്ള ആവശ്യമുണ്ട്. ഞാൻ സ്നാനത്തെക്കുറിച്ചുള്ളതായ ചില പാഠങ്ങൾ കഴിഞ്ഞ നാളുകളിൽ മണ്ണൂർ സഭയിൽ പറയാനിടയായിട്ട് തീർന്നു. അപ്പോൾ ആ ബന്ധത്തിലാണ് ഈ വചനം കൂടുതൽ പ്രകാശിതമായിട്ട് തീർന്നത്. വളരെ പ്രധാനപ്പെട്ടതായ പല ഉപദേശങ്ങളും പ്രായോഗിക തലത്തിൽ നമ്മൾ ദുർബലമാക്കി കളയുകയാണ്. അതൊന്നും അത്ര പ്രധാനമുള്ളതല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളത് ദുർബലമാക്കി കളയുവാൻ ഇടവരുന്നത് ഉപദേശം തന്ന ദൈവത്തെ വേദനിപ്പിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നതായ കാര്യം, ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നതായ പഥ്യമായ ഉപദേശത്തെ എല്ലാ വിശ്വസ്തയോടും കൂടെ സൂക്ഷിക്കാനായിട്ട് സാധിക്കണം. ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് ഈ മേഖലയിൽ വിശ്വസ്തത സൂക്ഷിച്ച് സാക്ഷ്യം വഹിക്കാം. വചനം കൃത്യമായി ഉൾക്കൊള്ളാം, അത് കൃത്യമായി സൂക്ഷിക്കാം, കൃത്യമായി അത് പഠിപ്പിക്കാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഒരു സഭയിലെ മൂപ്പന്മാർ ആ കാര്യത്തിൽ ഉത്സാഹിച്ചാലേ സഭ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമാണെന്നുള്ളത് ആ തലമുറയിൽ ആ ദേശത്ത് സൂക്ഷിക്കപ്പെടുവാൻ ഇടയായിട്ട് തീരുകയുള്ളൂ. ഞാൻ മറ്റൊരു മേഖലയിലേക്കും കൂടി, ഉദാഹരണത്തിലേക്കും കൂടി കടന്ന് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. കർത്താവ് തന്ന ശുശ്രൂഷയിൽ വിശ്വസ്തരായിരിക്കണം. അപ്പോൾ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും, ഇത് സഭകൾക്കുള്ള ദൂതിലാണ് കർത്താവ് വിശ്വസ്ത സാക്ഷി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ സഭാംഗങ്ങൾക്കും കർത്താവ് ശുശ്രൂഷകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. പൗലോസ് ഈ കാര്യം വളരെ കൃത്യമായിട്ട് അറിയുന്ന ആളായിരുന്നു. അദ്ദേഹം പറയുന്നതായൊരു വാക്യം നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടോ? അപ്പോസ്തല പ്രവൃത്തിയുള്ള 20-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ പൗലോസ് തന്നെ ഏൽപ്പിച്ച കാര്യത്തിലുള്ള തൻ്റെ ആ വിശ്വസ്തത അവിടെ വെളിപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാൻ അറിയാവുന്ന വാക്യമാണ്. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയിൽ തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. അപ്പോൾ അവിടെ പൗലോസ് പറയുകയാണ്, തൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് താൻ പറയുന്നൊരു മനോഹരമായ വാക്കവിടെയുണ്ട്. അതെന്താണ്? കർത്താവായ യേശു തന്ന ശുശ്രൂഷ. പൗലോസ് ഒരു ശുശ്രൂഷയുടെ വാതിൽ ഒരിക്കലും തള്ളി തുറക്കാറില്ല. അതെന്നെ വളരെ ചിന്തിപ്പിച്ചിട്ടുള്ളതായൊരു മാതൃകയാണ്. കാരണം തനിക്കൊരു ശുശ്രൂഷയുടെ വാതിൽ താനായിട്ടൊരിക്കലും തുറക്കാനായിട്ട് ശ്രമിക്കാറില്ല. അത് വളരെ വിശ്വസ്തയോടുകൂടി പൗലോസ് സൂക്ഷിച്ചിരുന്നു. കർത്താവ് ഏൽപ്പിച്ച കാര്യം, തന്ന കാര്യം ചെയ്താൽ മതി. പൗലോസിൻ്റെ ഒരു വാക്യം 20-ാം അധ്യായത്തിലുണ്ട്. ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. ഞാൻ ആ വാക്യം ചിലപ്പോൾ പ്രാർത്ഥനയിൽ ഓർക്കാറുണ്ട്. കൂടുതൽ ഇതും കൂടെ ചേർക്കാറുണ്ട്. ശുശ്രൂഷയും ഞാൻ മോഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ മോഹിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇത്. അപ്പോൾ ഇവിടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, പൗലോസ് പറയാണ്, കർത്താവായ യേശു തന്ന ശുശ്രൂഷ. ഞാനിന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ദൈവം നമ്മെ ഒരു സഭയിലാക്കുമ്പോൾ ഈ സഭയിൽ കർത്താവ് എനിക്ക് തന്നിട്ടുള്ള കൃപാവരങ്ങൾ എന്താണ്, ശുശ്രൂഷകൾ എന്താണ് എന്നുള്ളത് ഓരോ സഭാംഗങ്ങളും തിരിച്ചറിയണം.
സഹോദരിമാരുൾപ്പെടെ എല്ലാവർക്കും സഭയിൽ കൃപാവരം കൊടുത്തിട്ടുണ്ട്. കൃപാവരമില്ലാത്തവരാരും സഭയിൽ ഇല്ല. രക്ഷിക്കപ്പെട്ടവരാണ് സഭയിലുള്ളത്. അവർക്ക് എല്ലാവർക്കും കൃപാവരങ്ങൾ ഉണ്ട്. അപ്പോൾ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന, തങ്ങൾക്ക് തന്നിട്ടുള്ള കൃപാവരം എന്താണ് എന്നുള്ളതായ ആ തിരിച്ചറിവ് സൂക്ഷിക്കാനായിട്ട് സാധിക്കണം. അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പിന്നീട് വരാം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ആഴ്ചയിൽ നിങ്ങൾ ഈ കാര്യം ഒന്ന് സജീവമായി ചിന്തിക്കുന്നത് നല്ലതാണ്. എന്ത് കാര്യങ്ങളൊക്കെയാണ് എനിക്ക് തന്നിട്ടുള്ളത്? കെങ്ക്രയിലെ സഭയിലൊരു ശുശ്രൂഷക്കാരത്തി ഉണ്ടായിരുന്നല്ലോ, ഓർക്കണ്ടോ? വേബ. അപ്പോൾ അവൾക്ക് ആ സഭയിൽ ചില ശുശ്രൂഷകൾ കർത്താവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വാക്യം ഒന്ന് പരാമർശിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് നമ്മെ ആക്കിയിരിക്കുന്ന സഭയിൽ നൽകിയിരിക്കുന്നതായ ശുശ്രൂഷ എന്താണ് എന്നുള്ളത് ആദ്യം തിരിച്ചറിയണം. പിന്നെ നമ്മളുടെ വാക്കോടെ ചേർത്ത് ഓർക്കാം, അത് വ്യയം ചെയ്യുന്നതിൽ, അത് ജ്വലിപ്പിക്കുന്നതിൽ നാം വിശ്വസ്തത സൂക്ഷിക്കണം. പൗലോസ് ഇവിടെ പറയുന്ന ഒരു വാക്ക് എന്ത് മനോഹരമാണ്. ഈ വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. അവിടെ ചിലരൊക്കെ യെരുശലേമിലേക്ക് പോകണ്ടെന്ന് പൗലോസിനോട് സ്നേഹബുദ്ധിയ പറയുന്നുണ്ട്. സ്നേഹം കൊണ്ട് പറയുകയാണ്. അവിടെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്, കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതായ മുന്നറിയിപ്പുണ്ട്. പക്ഷെ പൗലോസ് പറയുന്നത്, നിങ്ങൾ എൻ്റെ മനസ്സ് വെറുതെ കലക്കണ്ട. കാരണം അവിടെ പോകാനും ചില കാര്യങ്ങൾ ചെയ്യാനും ഉള്ളതായ നിയോഗം എനിക്ക് ഉണ്ട്. അപ്പം നിയോഗം ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. ആ നിയോഗ നിർവഹണത്തിൻ്റെ വഴിത്താരയിൽ എൻ്റെ പ്രാണൻ നഷ്ടപ്പെടുന്നെങ്കിൽ അതിൽ എനിക്ക് പ്രയാസമില്ല. അപ്പോൾ ദൈവം തന്നെ ഏൽപ്പിച്ച ആ ശുശ്രൂഷ എത്ര വിശ്വസ്തയോടുകൂടി നിർവഹിക്കണമെന്നുള്ളതായ ആ സമർപ്പണം പൗലോസിനുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ അതിൽ ചില വിശദീകരണങ്ങൾ കൂടി അടുത്ത ക്ലാസ്സിൽ പറയാം. ഇവിടെ പൗലോസിൻ്റെ ആ സമർപ്പണവാക്യത്തോട് ചേർത്ത് പൗലോസ് ഒടുവിലെഴുതിയ വേദഭാഗം എന്നൊരു വാക്ക് നമ്മൾ ഒന്ന് ഓർത്ത് അവസാനിപ്പിക്കാം. കർത്താവ് എന്നുള്ള ഓട്ടം തികയ്ക്കണമെന്നേ എനിക്ക് ഉള്ളൂ എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. തികച്ചു. 2 തിമോഥെയോസ് 4-ാം അധ്യായത്തിൽ ആ ദേവദാസൻ പറയുന്നത് നമ്മൾ സാധാരണ ഓർക്കാറുണ്ട്. നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സമർപ്പണവും വിശ്വസ്തതയും കൃത്യമായി സൂക്ഷിച്ച് സാക്ഷ്യം വഹിക്കാൻ സാധിക്കട്ടെ. നമ്മുടെ കർത്താവ് വരാനുള്ള സമയം അടുത്തിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അതാണല്ലോ പാടി നിർത്താനിടയായിട്ട് തീർന്നത്. ദൈവം നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഏറ്റവും വിശ്വസ്തമായിട്ട് ഇതുവരെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതായ കാര്യം വിശ്വസ്തയോടുകൂടി ഉറപ്പുവരുത്താനായിട്ട് കർത്താവ് നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. കർത്താവ് വന്നാൽ പിന്നെ ശുശ്രൂഷകളൊന്നും ചെയ്യാനായിട്ട് ഇല്ല. അതുകൊണ്ട് കർത്താവ് വരുന്നത് വരെ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യം ഏറ്റവും കൃത്യമായി നിർവഹിക്കുവാൻ ദൈവാത്മാവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. ഈ ആലോചനകൾ അതിന് മുഖാന്തരമാകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.